ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു തനി നാടൻ കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സോ ഇതിൽ താരം ആരാണെന്ന് നോക്കണ്ടേ? മിക്കവർക്കും ഇത് അറിയുന്ന വെജിറ്റബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ പീച്ചിങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ റിച്ച് ഗാർഡ് എന്നും പറയും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഇത്. പീച്ചിങ്ങയിലുള്ള ഹൈ ഫൈബർ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ്, അസിഡിറ്റി എന്നിവ കുറയ്ക്കാൻ വളരെയധികം എഫക്റ്റീവ് ആണ് കേട്ടോ. ലോ കാലറീസ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് വെജിറ്റബിൾ ആണ്. ഇറ്റ് കീപ്സ് യു ഫുൾ ഫോർ ലോങ്ങർ ടൈം. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. ലിവർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും സഹായിക്കും. പിന്നെ വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും കേട്ടോ. പീച്ചിങ്ങ ബോഡിക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് നൽകും. എസ്പെഷ്യലി സമ്മർ സീസണിൽ പീച്ചിങ്ങ ബോഡി ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാനും ഹെയർ ഗ്രോത്തിനും അതിൻ്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് റിച്ച് ഗാർഡ് വളരെയധികം നല്ലതാണ്. പീച്ചിങ്ങ പീൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുഴുവനായിട്ട് പീൽ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതേപോലെ ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് കറികളായിട്ടോ തോരനായിട്ടോ സ്റ്റിർ ഫ്രൈ ആയിട്ടോ ജ്യൂസായിട്ടോ എങ്ങനെ വേണേലും കൺസ്യൂം ചെയ്യും. വൺസ് നമ്മൾ പീച്ചിങ്ങ പീലായി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഓവർ കുക്കിംഗ് അവോയ്ഡ് ചെയ്യുക. കാരണം എത്രത്തോളം ലൈറ്റായിട്ടാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അത്രത്തോളം ന്യൂട്രിയൻസ് അതിൽ ഇൻടാക്റ്റായി കിടക്കും. ഓവർ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള ഞാൻ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുക പോലും ഇല്ല. സോ പീച്ചിങ് ഇതേപോലെ കുനുകുന ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. സോ നമ്മൾ പീച്ചിങ്ങയും ബാക്കി ആവശ്യമുള്ള വെജീസും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ആവശ്യം വരും കേട്ടോ. ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ പ്രോൺസ് ഇടാണ്. ഒരു 50 ഗ്രാംസോളം പ്രോൺസ് മാത്രം ആവശ്യം വരും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പ്രോൺസ് ഇല്ലെങ്കിൽ ഈ കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. സോ ഇതിലേക്ക് തന്നെ നമ്മൾ പീച്ചിങ്ങയും ബാക്കി കട്ട് ചെയ്ത് വെച്ച വെജീസും കൂടി ഇടുന്നുണ്ട്. ആക്ച്വലി ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, അധികം മസാലകളൊന്നും വേണ്ട. നമ്മൾ വെരി ബേസിക് സ്പൈസസ് ആയ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് കുക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മസാലകളാവട്ടെ വെള്ളത്തിൻ്റെ അളവാവട്ടെ ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. വീട്ടിലെ മക്കൾ വെജീസ് കഴിക്കാൻ മടിയന്മാരാണെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും വൺസ് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 12 മിനിറ്റ്സ് വരെ അടച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സോ അത് കുക്കാകുമ്പോഴേക്കും ഞങ്ങൾക്ക് തേങ്ങൻ്റെ അരപ്പ് റെഡിയാക്കണം കേട്ടോ. സോ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ അരപ്പ് വേണം നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്യാൻ. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പീച്ചിങ്ങയും പ്രോൺസും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ അരപ്പില്ലേ അതും കൂടി ഒഴിക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഇട്ട് ഇളക്കി അതേ വെള്ളം നമ്മൾ കറിയിലോട്ട് ഒഴിക്കുന്നുണ്ട്. തേങ്ങൻ്റെ അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് തിളപ്പിക്കാണ്ട് ശ്രദ്ധിക്കണം. ഒരു ബോയിൽ വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കറി അങ്ങ് മൊത്തത്തിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ വറവിലോട്ട് കിടക്കാം. വറവില്ലാത്ത കറി എന്തില്ലേ? സോ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് സൈഡിൽ നമ്മൾ വാഷിംഗ് മെഷീനാണ് കേട്ടോ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. ദെൻ ഒരു 3-4 കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് സോട്ടേ ചെയ്ത് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇതോടെ നമ്മുടെ പീച്ചിങ്ങ ചെമ്മീൻ കറി ഈസ് റെഡി. വളരെ കുറച്ച് സമയം കൊണ്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി കറിയാണിത്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആവട്ടെ, കപ്പയുടെ കൂടെ ആവട്ടെ, ചപ്പാത്തിയുടെ കൂടെ ആവട്ടെ, എന്തിൻ്റെ കൂടെയും ഇത് അടിപൊളിയാണ്. ഞാനിത് പൊന്നി റൈസിൻ്റെ കൂടെയും ചെമ്മീൻ റോസ്റ്റിൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്യുന്നത്. ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. സോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ ദെൻ ബൈ.